ഇത് കഴിക്കുന്നവർക്ക് ആർക്കും ഇത് വെണ്ടയ്ക്കയാണെന്ന് മനസ്സിലാവാനേ പോണില്ല. അത്രയ്ക്ക് രുചിയാണ്. വെണ്ടയ്ക്ക ഇതേപോലെ മൊരിച്ചു കോരിയെടുത്ത ചായയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു സ്നാക്സ് കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു 15 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് നീളത്തിൽ അരിയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം വെണ്ടയ്ക്കയുടെ വാലും തലയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക ഇതേപോലെ കനം കുറച്ച് അരിയണം. ഒത്തിരി തീരെ കനം കുറഞ്ഞു പോവരുത്. തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതും പറ്റരുത്, എന്നാൽ അധികം കനം കൂടിയും പോകരുത്. ഇതിങ്ങനെ ഈ കനത്തിൽ മതി കേട്ടോ. ഇതേപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതേപോലെ മുഴുവനും വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. ഇത് മുഴുവൻ വെളുത്തുള്ളിയാണേ, അതായത് തൊലിയോടുകൂടി ചതച്ചെടുത്ത വെളുത്തുള്ളി. ഒരു 9 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അടുത്തത് ചേർത്ത് കൊടുത്ത പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതൊരു വലിയ സ്പൂൺ നിറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരല്പം കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒരല്പം ഉപ്പ്, ഇതിനു വേണ്ടി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിയുമ്പോൾ കടലമാവാണ് ചേർക്കുന്നത്. കടലമാവ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരല്പം കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ഒരു 2 വലിയ സ്പൂൺ മതിയാവും. ഇതേ സ്പൂണിൽ തന്നെയാണ് നമ്മൾ മുളക് പൊടി അളന്നെടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചാൽ മതി. വെണ്ടയ്ക്കയുടെ ഒരു നനവുണ്ട്. ആ നനവിൽ വേണം നമ്മൾ ഈ പൊടി മുഴുവനും ചേർത്ത് തിരുമ്മി കൊടുക്കാൻ. പൊടി നന്നായിട്ട് പിടിച്ചു എന്ന് തോന്നിയാൽ മാത്രം ഒരു 2-3 തുള്ളി വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം. ഒന്ന് ഞെക്കി തിരുമ്മി കൊടുക്കണേ. അങ്ങനെ ആകുമ്പോഴത്തേക്കും വെണ്ടയ്ക്കയിലേക്ക് നന്നായിട്ട് പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നോളും. ഇത് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിയെല്ലാം വെണ്ടയ്ക്കയിലായിട്ടുണ്ടാവും. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്നത് എന്താണോ ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ആയാൽ മതി, കുഴപ്പമില്ല. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാൻ. ആദ്യം ഒരെണ്ണം സാമ്പിളിന് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിയുമ്പോൾ മാത്രം നമുക്ക് അടുത്തത് ഇട്ട് കൊടുത്താൽ മതി. കണ്ടത് ഇതേപോലെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് എല്ലാ വെണ്ടയ്ക്കയിലും. ഇനി ബാക്കിയുള്ള വെണ്ടയ്ക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 തവണയായിട്ടാണ് ഇത് വറുത്ത് കോരുന്നത്. ഒട്ടും എണ്ണ കുടിക്കൂല. നല്ല സുഖമായിട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. എണ്ണ അതേപോലെ തന്നെ ബാക്കി വരും. ഇതിൻ്റെ കൂടെ ഒരു അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നമ്മൾ ഒരു വശം കുക്കായി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റാം. മുഴുവൻ എണ്ണയൊക്കെ കളഞ്ഞ് ഒന്ന് കോരി മാറ്റിയെടുക്കണം. കണ്ടോ, എണ്ണ ഒട്ടും കുടിച്ചിട്ടില്ല. എണ്ണ അതേപോലെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് അതേപോലെ തന്നെ ഒരു വശം മൊരിഞ്ഞു തുടങ്ങുമ്പോൾ അടുത്ത വശം മറിച്ചിട്ട് നോക്കാം. അടുത്ത വശം മറിച്ചിട്ട് കൊടുത്ത് വീണ്ടും അത് മൊരിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് കോരി മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ കോരി മാറ്റാം. ഇത് കഴിച്ചാൽ ഒത്തിരി എണ്ണ ഉള്ളിൽ ചെല്ലുമെന്നുള്ള പേടിയൊന്നും വേണ്ട. കടയിൽ നിന്നും മേടിച്ച് കഴിക്കുന്ന ഏതൊരു സ്നാക്സിനേക്കാളും സേഫ് ആയിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.